ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞായറാഴ്ച ദിവസത്തെ സംഗീത സദ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം വളരെ പ്രസിദ്ധനായ ഒരു മ്യൂസിക് കമ്പോസറെയാണ് നമ്മൾ ഓർക്കുന്നത്. മറ്റാരുമല്ല, തൃശ്ശൂരിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ മാറിയ KJ ജോയ്. അദ്ദേഹം വളരെ പ്രസിദ്ധമായ ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അല്ലാതെ തന്നെ കീബോർഡ്, വയലിനൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ പാട്ടുവിശേഷത്തിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമുക്ക് പാടാം. അതിനു മുമ്പ് പാട്ടുവിശേഷത്തിൽ ആദ്യത്തെ ഭാഗമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് ജോൺ സാർ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ജോസഫ് സാറിനെ. ജോസഫ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. സർവീസിന് നമിച്ചുകൊണ്ട് മാറ്റിനി ഫ്രീ വെബിനാറിൻ്റെ സാരഥി സാബു കേരളം സാറിനും സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുക്കന്മാർക്കും സുഹൃത്തുക്കൾക്കും പാട്ടുകാർക്കും ഒക്കെ നമസ്കാരം, സ്വാഗതം. കേൾക്കാമല്ലോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. നമുക്ക് രണ്ട് സെഗ്മെൻ്റ് ആണെന്നുള്ളത് അറിയാമല്ലോ. ഒന്ന് മ്യൂസിക്കിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു, മ്യൂസിക് തെറാപ്പി എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു സെഗ്മെൻറ്റ്. അതിനുശേഷം പാട്ട് പാടാനും പാട്ടുകാരെ ഓർക്കാനും ഒക്കെയുള്ള ഒരു സെഗ്മെൻറ്റ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് മ്യൂസിക് തെറാപ്പിയെക്കുറിച്ച് ഒന്നും പറയാൻ സാധിച്ചില്ല. ഏതായാലും നമ്മൾ തുടർന്ന് വരുന്ന ആ ഒരു പ്രക്രിയ മുടക്കം കൂടാതെ പോകണം എന്നുള്ള ആഗ്രഹത്തിൽ അല്പസമയം നമുക്കതിനു വേണ്ടി ചെലവഴിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചത് മ്യൂസിക് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. സംഗീതം ഒരാളുടെ വ്യക്തിത്വത്തെ വളർത്തുവാൻ, ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും എങ്ങനെയാണ് സംഗീതം വളർത്തുന്നത്. ഇത് നമുക്കറിയാം. വ്യക്തിത്വത്തെ മികച്ചതാക്കുവാൻ, അല്ലെങ്കിൽ ഒരു മികച്ച പേഴ്സണാലിറ്റി ഉള്ള ആളെന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് ഇത് രണ്ടും കൂടിയേ തീരുള്ളൂ. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, സെൽഫ് എസ്റ്റീമും ഉണ്ടായിരിക്കണം. ഒരുവൻ്റെ ആത്മവിശ്വാസം വളർത്താൻ, അല്ലെങ്കിൽ ആത്മവിശ്വാസം ഉയർത്താൻ സംഗീതത്തിന് കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. ആത്മവിശ്വാസം, അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം, ഇത് രണ്ടും വളർത്തുവാനായിട്ട് സംഗീതത്തിന് സാധിക്കും. സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പോൾ അതിന് ധാരാളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതെല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. What are the negative feelings that disturb our self-esteem and self-confidence? എന്തായിരിക്കും? നമ്മുടെ ആത്മവിശ്വാസം അതിനനുസരിച്ച് വളരാതിരിക്കും, അല്ലെങ്കിൽ ആത്മാഭിമാനത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും ഒന്ന് ആലോചിച്ച് പറയാമല്ലോ. ഞാൻ തുടങ്ങി വയ്ക്കാം. ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മുടെ ആത്മവിശ്വാസത്തെ കെടുത്തുന്ന കാര്യങ്ങളാണ്. നമ്മുടെ മനസ്സിൽ സ്ട്രെസ് വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക്, അതെ, നമ്മുടെ മനസ്സിൽ സ്ട്രെസ് വരുന്നത് എന്ന് പറഞ്ഞാൽ അകാരണമായ ഭയം എന്ന് വേണേൽ പറയാം. ഫ്രസ്ട്രേഷൻസ് അത് നമ്മുടെ ആത്മവിശ്വാസത്തെ അല്ലെങ്കിൽ ആത്മാഭിമാനത്തെയും ഹനിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വിചാരിച്ച കാര്യം സാധിക്കാതെ നിരാശ വരുമ്പോൾ, പരാജയങ്ങൾ നേരിടുമ്പോൾ, ഇല്ലേ, ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല എന്നുള്ളൊരു തോന്നൽ. പിന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? മറ്റുള്ളവർ നമ്മളെ എന്ത് ചെയ്യണമെന്നാണ് എല്ലാവരും എല്ലാ മനുഷ്യരുടെ ആഗ്രഹമാണത്. അംഗീകരിക്കുക, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം. അംഗീകാരം, അപ്രീസിയേഷൻ ഒക്കെ കുട്ടികളെ നോക്കിയാൽ മതി, അല്ലേ? പെട്ടെന്ന് അവർ പ്രതികരിക്കും.
അംഗീകാരവും അപ്രീസിയേഷനും ഒക്കെ കിട്ടും. നമ്മൾ അവർക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ, കൊടുക്കേണ്ട സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരും. അപ്പോൾ ഇങ്ങനെ കിട്ടാതെ വരുന്നതും ഒരു നെഗറ്റീവ് സർക്കംസ്റ്റൻസ് ആണ്, സിറ്റുവേഷനാണ്. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ജീവിതത്തിലെ പ്രതിസന്ധികൾ, പരാജയങ്ങൾ, ഫ്രസ്ട്രേഷൻസ്, നിരാശ, പരാജയം, ആരും പ്രോത്സാഹിപ്പിക്കാനില്ലാത്ത അവസ്ഥ. അത് മാത്രമല്ല, ചിലർ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യും? തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ നിരാശപ്പെടും, ഡിസ്കറേജ് ചെയ്യും. നീ അങ്ങോട്ട് ഇത് ചെയ്തില്ല, നിന്നെ കൊണ്ട് പറ്റുമോ? ഒരു പുതിയ പാട്ടുകാരൻ വന്നിരിക്കുന്നു, നിന്നെ കൊണ്ട് സാധിക്കില്ല, അല്ലേ? അങ്ങനെയൊക്കെയുള്ള മറ്റുള്ളവരുടെ ഇടപെടലുണ്ടാകും. അത് നമ്മുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ്, എന്താ പറഞ്ഞേ? പിടിച്ചു താഴ്ത്തും. പ്രത്യേകിച്ച് ഈ ഞണ്ടിന്റെ സ്വഭാവം നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരുത്തരെങ്ങനെയെങ്കിലും അതിനകത്തുനിന്ന് രക്ഷപ്പെട്ട് വരികയാണെങ്കിൽ പിടിച്ച് വലിച്ചു താഴെ ഇടും എന്ന് പറഞ്ഞതുപോലെയുള്ള ഇടപെടലുകളും ഒക്കെ നമ്മുടെ സെൽഫ് ഡിസ്കറേജ് ചെയ്യും. എൻകറേജ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഡിസ്കറേജ് കൂടെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പിടിച്ചു വലിക്കല്. പിന്നെ ഇതിനൊക്കെ കാരണം എന്താണ്? അസൂയ ഉണ്ടാവും. അസൂയ, നമ്മളോടുള്ള, മറ്റുള്ളവർക്ക് നമ്മളോടുള്ള അസൂയ, അതുപോലെ തന്നെ മറ്റുള്ളവരോട് നമുക്കുള്ള അസൂയ. ഇത് രണ്ടും ദൂഷ്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. ആത്മനിന്ദ, ഇങ്ങനെ കുറേ നിരാശപ്പെടുത്തി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഓരോ പരാജയങ്ങൾ നേരിടുമ്പോഴത്തേക്ക് എന്നെ കൊണ്ട് പറ്റില്ലായിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടാവും. ആത്മനിന്ദ, എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല, സാധ്യമല്ല, അല്ലേ? കമ്പയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു വലിയൊരു ദൂഷ്യമാണ് അതല്ലേ? കമ്പയർ ചെയ്യുക എന്നുള്ള പറയാം, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക. ഇത്തരം വിഷമതകളൊക്കെ നിങ്ങളെ അലട്ടുന്നുവെങ്കിൽ പരിഹാരം കാണാൻ ഒരു വേദിയാണ്, അല്ലെങ്കിൽ ഒരു മീഡിയമാണ്, അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് സംഗീതം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സംഗീതം എന്ന് പറയുമ്പോൾ ഈ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, സംഗീതോപകരണം പഠിക്കുക, നമുക്കാവുന്ന രീതിയിൽ കവിതകളെ സംഗീതാത്മകമായിട്ട് അവതരിപ്പിക്കുക. രമണന്റെ കർത്താവ് ചെങ്ങമ്പുഴയുടെ കവിത മനോഹരമായിട്ട് അങ്ങോട്ട് ചൊല്ലിക്കോന്നേ. ചെങ്ങമ്പുഴയുടെ ഒക്കെ അതിനകത്ത് എന്താ, കാനന ചായയിൽ ആടുമേയ്ക്കാൻ ഉള്ള അതൊക്കെ ഉണ്ട്. അതൊക്കെ സിനിമാ പാട്ടുകളൊക്കെ ആയിട്ട് വന്നതാണ്. മലരണിക്കാടുകൾ അങ്ങനെ സംഗീതാത്മകമായിട്ട് ചൊല്ലിയാൽ മതി. അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമുക്ക് സാധിക്കുന്ന രീതിയിൽ. എല്ലാവർക്കും അങ്ങോട്ട് എക്സൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈ കാര്യത്തിൽ നമ്മൾ എക്സൽ ചെയ്തില്ലെങ്കിൽ മറ്റു കാര്യത്തിൽ നമ്മൾ എക്സൽ ചെയ്യുന്നുണ്ട്, അല്ലേ? എല്ലാവരുടെയും കഴിവ് ഒരുപോലെയല്ല. പക്ഷെ സംഗീതത്തിനോട് നമുക്കൊരു ആത്മബന്ധം കീപ്പ് ചെയ്ത് പോകണം. അതിനുവേണ്ടി നമുക്ക് ബോധപൂർവമായ ശ്രമം വേണം. അങ്ങനെ നമ്മൾ ശ്രമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വളരും, ദെൻ സെൽഫ് എസ്റ്റീമും വളരും. ഈ കാര്യം ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ഒരു സെൻസ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ സെൽഫ് എസ്റ്റീം വർദ്ധിക്കും. മറ്റുള്ളവർ നമ്മളെ ആദ്യമൊക്കെ തളർത്തിയെങ്കിലും പിന്നെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം, ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് നമ്മൾ ആത്മാഭിമാനം കൊണ്ട്, അല്ലെങ്കിൽ എന്താണ്, സെൽഫ് എസ്റ്റീം നമ്മൾ അനുഭവിക്കും. അപ്പോൾ അതിനൊക്കെ സംഗീതത്തിൻ്റെ സഹായത്തോടെ നമുക്ക് നേടാൻ സാധിക്കും. നമുക്കറിയാം, യു ആർ യുണീക്ക്, ഓൾ ആർ യുണീക്ക്, അല്ലേ? എല്ലാവരും യുണീക്കാണ്. ഈച്ച് വൺ ഈസ് യുണീക്ക്. ഓരോരുത്തരുടെ വോയിസും. എൻ്റെ വോയിസ് കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ, എത്ര കാലം കഴിഞ്ഞാലും, എത്ര കാതം അകലെയാണെങ്കിലും തിരിച്ചറിയാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി, എന്നെ കാണുന്നത് പോലെയുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് അടുത്തത് വോയിസാണ്. ഓരോ മനുഷ്യനും അവൻ്റെ വോയിസ് കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടും. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഒരു സുഹൃത്ത്, 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു സുഹൃത്ത് 10, 15, 20 വർഷം കഴിഞ്ഞ് വിളിച്ചാലും നമ്മൾ ആ പേര് ചൊല്ലി നീയല്ലേ എന്ന് നമ്മൾ പറയാൻ സാധിക്കും.
അതുപോലെ ഇങ്ങനെ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പന്താകാതിരിക്കുക. അങ്ങനെ പന്തായി കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് നടക്കുക. അതിനൊക്കെ ഒരു വില കൽപ്പിക്കുക, ഒരു പരിധി കൽപ്പിക്കുക. അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലേക്ക് അത് കടക്കാൻ അനുവദിക്കാതിരിക്കുക. അങ്ങനെ നമുക്കതിനെ ഡിഫെൻഡ് ചെയ്യാനും പറ്റും. നമുക്കുടെ കാര്യം നമ്മുടെയാണ്. നമ്മുടെ സന്തോഷം, നമ്മുടെ പാട്ട്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളാണ് അതിൻ്റെ റെസ്പോൺസിബിൾ. നമുക്ക് ദുഃഖം അല്ലെങ്കിൽ നിരാശ വരുന്നെങ്കിൽ അതിൻ്റെയും റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ്. അപ്പോൾ പാട്ടിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു വരുന്നത്. സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം ഈസ് ക്രൂഷ്യൽ ഫോർ എ ഗുഡ് പേഴ്സണാലിറ്റി. ഒരു ഗുഡ് പേഴ്സണാലിറ്റിക്ക് സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും വളരെ ക്രൂഷ്യലാണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. How can we build or boost self-confidence and self-esteem? With the help of music. അതാണ് നമ്മൾ പറഞ്ഞതും മ്യൂസിക്കിൻ്റെ ഹെൽപ്പോടുകൂടി എങ്ങനെ നമുക്ക് നമ്മുടെ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും വർദ്ധിപ്പിക്കാം. പോരായ്മകളെ ഓർത്ത് വിഷമിക്കുകയല്ല വേണ്ട, കുഴപ്പങ്ങളെ ഓർത്ത് വേവലാതിപ്പെടുകയല്ല വേണ്ട. മ്യൂസിക് ഈസ് ആൻ എഫക്റ്റീവ് ആൻറ്റിഡോട്ട് ടു ദി നെഗറ്റീവ് ഫീലിങ്സ് യു ഹാവ് അബൌട്ട് യുവർ സെൽഫ്. നമ്മളെ സംബന്ധിച്ച് തന്നെ നമുക്ക് കുറേ നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പം അതിനൊക്കെ ഒരു ആൻറ്റിഡോട്ടാണ്, ഒരു മറുമരുന്നാണ് സംഗീതം. അതിനെ എന്താ പറയുക, അതിനൊരു പ്രതിവിധി, മറുമരുന്ന്, ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത്. അതിനൊക്കെ ഒരു മറുമരുന്നാണ് സംഗീതം എന്ന് പറയുന്നത്. Instead of spending time with these negatives and being sad, thinking you are not enough, unworthy, uncool, you can choose to music. ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച്, നെഗറ്റീവ് ഫീലിങ്സിനെ കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുകയോ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കത്ര കഴിവില്ല, അങ്ങനെയുള്ള ചിന്തകൾക്ക് പകരം, അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ സംഗീതത്തെ തിരഞ്ഞെടുക്കൂ എന്നാണ് പറയുക. സംഗീതത്തെ ചേർത്ത് പിടിക്കൂ. പാടുക എന്നുള്ളത് മാത്രമല്ല, ഞാൻ പറഞ്ഞു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിലേക്ക് തിരിയാൻ. ഓരോരുത്തരുടെയും കഴിവ് വ്യത്യസ്തമായിരിക്കും. വോക്കലിന് ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ യു ക്യാൻ ടേൺ ടു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്ന ഇൻസ്ട്രുമെൻ്റ് പഠിക്കൂ. അതിനൊരു വയസ്സൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതും നമുക്കറിയാം. അറ്റ് എനി ടൈം യു ക്യാൻ സ്റ്റാർട്ട്. ജസ്റ്റ് അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, ആസ്വദിക്കുക, അതും വലിയ കാര്യമാണ്. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ലിഫ്റ്റ് യു അപ്പ്. നിങ്ങളുടെ സ്പിരിറ്റിനെ ഉയർത്താൻ സാധിക്കും പാട്ട് കേൾക്കുന്നതിലൂടെ. ദെൻ ലിഫ്റ്റ് അപ്പ് യുവർ മൂഡ്. നമ്മുടെ മൂഡുണ്ടല്ലോ, മാനസിക അവസ്ഥ അല്ലേ, ചിലപ്പോൾ നിരാശയായിരിക്കാം. ആ ഒരു ഘട്ടമാണെങ്കിൽ യു ക്യാൻ ആ മൂഡ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ലിഫ്റ്റ് നമ്മുടെ ഇമാജിനേഷനെ പറപ്പിക്കാൻ സാധിക്കും അല്ലേ. നല്ല ഇമാജിനേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ദുഃഖകരമായ ചിന്തകളിലേക്ക് നമ്മൾ വഴുതി പോവില്ല. നല്ല ഇമാജിനേഷൻ ഉണ്ടാക്കും പാട്ടുകൾ, നല്ല ചിന്തകളുണ്ടാക്കും, നല്ല കാഴ്ചപ്പാടുണ്ടാകും അല്ലേ. നെഗറ്റീവിലേക്ക് തിരിയാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. അല്ലെങ്കിൽ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യാതെ വരും. തിങ്ക് അബൌട്ട് ഓൺലി പോസിറ്റീവ്സ്. അങ്ങനെയാകുമ്പോഴോ നമ്മുടെ പേഴ്സണാലിറ്റി പ്ലീസിങ് ആയിരിക്കും അല്ലേ. നമ്മുടെ ഡീലിങ്സ്, നമ്മുടെ ചിന്തകളൊക്കെ പോസിറ്റീവ് ആകുമ്പോൾ വി ബിക്കം പ്ലീസിങ്, അക്സെപ്റ്റബിൾ ടു അതേഴ്സ്. അപ്പോൾ അതുകൊണ്ട് വിട്ടുകളയാതെ ലുക്ക് ഫോർ ഓപ്പർച്യൂണിറ്റീസ്. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഗോപകുമാർ സാറിനോടൊക്കെ, ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കണം. നമ്മൾ തേടിപ്പോകണം. എന്തെങ്കിലും തേടിയാലേ കിട്ടുകയുള്ളൂ. പഴയ പാഠ്യപുസ്തകങ്ങളും അല്ലെങ്കിൽ
അതൊക്കെ ഒന്ന് ഇപ്പോൾ പുസ്തകത്തിലേക്ക് പോകണ്ട, ഇന്റർനെറ്റിലേക്ക് കയറിയാൽ മതിയല്ലോ. മറ്റ് സമയങ്ങൾ പാഴാക്കുന്നതിന് പകരം മ്യൂസിക്കിനെ കുറിച്ച് ചിന്തിക്കുക, പഠിക്കുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ബിൽഡ് റിലേഷൻഷിപ്സ്. സംഗീതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബന്ധങ്ങൾ വളരും, നമ്മുടെ അപ്രീസിയേഷൻ കിട്ടും ഫ്രം അതേഴ്സ്. ഓൾ ദീസ് ബൂസ്റ്റപ്പ് അവർ കോൺഫിഡൻസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യും. യു ഫീൽ വർത്തി ഓഫ്. നേരത്തെ നമ്മൾ ചിന്തിച്ച എന്താണ്? എന്നെക്കൊണ്ട് കൊള്ളില്ല, ഐ ആം അൺവർത്തി എന്നൊക്കെയാണ് എനിക്ക്. പക്ഷേ സംഗീതത്തിലൂടെ കുറച്ച് വളർന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതുമായിട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ, we feel ourselves worthy of ourselves. We feel worthy of ourselves, and our self-esteem will increase. Okay. ഇനി നമുക്ക് there are different ways music can improve our self-confidence. എനിക്ക് തോന്നുന്നു അത് അടുത്ത സെഗ്മെന്റിലേക്ക് വെക്കാം. ഇനിയിപ്പോൾ പാട്ട് പാടാൻ എല്ലാവരും ഉത്സാഹിച്ചിരിക്കുകയാണ്. KJ ജോയിയെ അനുസ്മരിക്കാൻ ഓർത്തിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പാട്ടുകൾ മാത്രമായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിങ് മ്യൂസിക് തെറാപ്പിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്തൊന്ന് ഇൻ്റർഫിയർ ചെയ്യാത്തത്. അപ്പം നമ്മളല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പ്രാക്ടിക്കൽ ആണ്. പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പെർഫെക്ഷൻ ഒന്നും നോക്കുന്നില്ല. 4 വരിയെങ്കിൽ 4 വരി അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തെറാപ്യൂട്ടിക് എഫക്റ്റാണ് കിട്ടുക, അല്ലേ? അതുകൊണ്ടാണ് സിംഗിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് വേയ്സ് മ്യൂസിക് ക്യാൻ ഇംപ്രൂവ് അവർ സെൽഫ് കോൺഫിഡൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ഇതിൽ ചർച്ച ചെയ്യാം. നിങ്ങൾ ഫിൻലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലേക്ക് ഓടി വരിക? ഫിൻലാൻഡ് സന്തോഷമുള്ള ജനത. ലോകത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ്. അവിടെ കുട്ടികളെ ചെറുപ്പത്തിൽ സംഗീതത്തിലൂടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിലേക്കൊക്കെ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് വരാം, നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നിപ്പോൾ നമുക്ക് KJ ജോയി എന്ന് പറയുന്ന ആ ഒരു സംഗീത മാന്ത്രികനെ അനുസ്മരിക്കേണ്ടതുണ്ട്. അതിലേക്ക് കടക്കാം. KJ ജോയി മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ ഒത്തിരിയും സമ്പന്നമാണ് മലയാള ചലച്ചിത്ര ഗാനശാഖ. ഒത്തിരി സംഗീത സംവിധായകരും പാട്ടുകാരുമൊക്കെയുള്ള ഒരു ഭാഗ്യമുള്ള സംഗീത ശാഖയാണ് മലയാള ചലച്ചിത്ര ശാഖ. ഒരു കാലഘട്ടത്തിൽ തേനൂറുന്ന 100 ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച സംഗീത സംവിധായകനാണ് KJ ജോയി. ഇപ്പം എൻ്റെ ചെറുപ്പത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ വളരെ ആസ്വദിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് റേഡിയോ ആണല്ലോ നമ്മുടെ ആശ്രയം. 100ഓളം സംഗീത സംവിധായകർക്ക് വേണ്ടി അക്കോർഡിയനും കീബോർഡും വായിച്ച ബഹുമതി ജോയിക്ക് മാത്രം സ്വന്തം. 100ഓളം സംഗീത സംവിധായകർ, പല ഭാഷകളിലുള്ള സംഗീത സംവിധായകർക്ക്, അവർക്ക് വേണ്ടി അക്കോർഡിയനൊക്കെ വന്ന കാലത്ത് ഇദ്ദേഹമായിരുന്നു അതിൻ്റെ മുൻഗാമിയും എന്ന് പറഞ്ഞ പൈനിയർ എന്ന് പറയുന്ന ആൾ. കീബോർഡും ഒക്കെ വന്നു. 100ലേറെ സംഗീത സംവിധായകർക്ക് വേണ്ടി വായിച്ചു. അങ്ങനെയാണ് തുടക്കം. ഒരു കാലഘട്ടത്തിൽ ഗാനമേളകളുടെ ഹരമായിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, പണ്ട് ഗാനമേളകൾ കേൾക്കാൻ പോകുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ ഒരാൾ ഇങ്ങനെ അക്കോർഡിയൻ ഇങ്ങനെ വായിച്ച് നല്ല സ്റ്റൈലിൽ വായിക്കുന്ന ഒരു ഇത് കാണാം. ഒരു ഡാൻസിങ് എഫക്റ്റാണ്, ഡാൻസ് കാണുന്ന എഫക്റ്റാണ് അയാളുടെ അംഗവിക്ഷേപങ്ങളും ഒക്കെ. കറക്റ്റ്, അക്കോർഡിയൻ ഇപ്പൊ കാണാനില്ല അല്ലേ? ഇപ്പൊ കീബോർഡും അങ്ങനെയുള്ള ഞാനത് കാണിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്, നേരത്തെ ആഗ്രഹിച്ചിരുന്നതാണ്. സാറിനോട് പറയാൻ വിട്ടുപോയതാണ്. അക്കോർഡിയൻ അത് വായിക്കുക എന്ന് പറയുന്നത് ഹാർമോണിയത്തിന്റെ വേറൊരു സ്റ്റൈലാണ് അല്ലേ? അത് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വായിക്കുന്നത്. മൂവിങ് ആണ്. യെസ്. അത് വിദഗ്ധമായി കൈകാര്യം ചെയ്തിരുന്നു ജോയി. 1946 ജൂൺ 14 തൃശ്ശൂരിലെ നെല്ലിക്കുന്നിലാണ് ജനനം. ചെറുപ്പത്തിൽ തന്നെ ചെന്നൈയിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറ്റിയ ജോയി ആദ്യകാലത്ത് പള്ളികളിലെ കൊയർ സംഘങ്ങളിലായിരുന്നു വയലിൻ വായിച്ചിരുന്നു. അങ്ങനെയാണ് തുടക്കം.
18-ാം വയസ്സിൽ പ്രശസ്ത സംഗീത സംവിധായകനായ MS വിശ്വനാഥൻ്റെ ഓർക്കസ്ട്രയിൽ ചേർന്നു. ജോയിയുടെ പ്രത്യേകത നൊട്ടേഷൻസ് നോക്കാതെ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ അത് വായിച്ചു കേൾപ്പിക്കും. അതാണ് ജോയിയുടെ പ്രത്യേകത. MSVക്ക് വേണ്ടി മാത്രം, MS വിശ്വനാഥന് വേണ്ടി മാത്രം 500-ലധികം സിനിമകൾക്ക് സഹായിയായി പ്രവർത്തിച്ചു. പശ്ചാത്തല സംഗീതമായിരിക്കാം. അക്കാലത്തെ പ്രമുഖനായിരുന്ന KV മഹാദേവന്റെ സംഗീത സഹായിയായി കേട്ടോ. KV മഹാദേവൻ എന്നുള്ള ആ പ്രമുഖനായ സംഗീത സംവിധായകന്റെ സഹായിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. 69-ൽ ദക്ഷിണേന്ത്യൻ സിനിമാ സംഗീതത്തിൽ കീബോർഡ് ആദ്യമായി അവതരിപ്പിച്ചത് ജോയിയാണ്. അക്കാലത്ത് വിവിധ ഭാഷകളിൽ ദിവസത്തിൽ 12-ലധികം പാട്ടുകൾക്ക് വേണ്ടി കീബോർഡ് വായിച്ചിരുന്നു എന്നാണ് പറയുന്നത്. മലയാളത്തിൽ ഇറങ്ങിയ ലവ് ലെറ്റർ 1975-ലാണ്. അതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ചെറുപ്പം എന്ന് പറയാൻ 15-16 വയസ്സുകളിലൊക്കെയുള്ള കാലഘട്ടമാണ്. ആയിരുന്നു ജോയി ആദ്യമായി സ്വതന്ത്ര സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രം ലവ് ലെറ്റർ. മെലഡി അതിൻ്റെ ഉള്ളിൽ പാശ്ചാത്യ സംഗീതത്തിൻ്റെ സാന്ദ്രവും ജനപ്രിയവുമായ അംശങ്ങൾ ഇണക്കി ചേർക്കാൻ, അത് മിങ്കിൾ ചെയ്യാൻ അല്ലെങ്കിൽ മെൻഡ് ചെയ്തുകൊണ്ട് ഇണക്കി ചേർത്തുകൊണ്ട് ഒരു പുതിയ ഈണം അല്ലെങ്കിൽ ഒരു നവീന സമീപനം പാട്ടിലുണ്ടാക്കിയത് ആളാണ്. അത് യുവാക്കൾ ഏറ്റുവാങ്ങി, യുവാക്കളുടെ ഹരമായി. എൻ സ്വരം പൂവിടും ഗാനമേ, തെച്ചിപ്പൂവേ മിഴി തുറക്കൂ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയുള്ള പാട്ട് നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു ഗാനമാണ് അല്ലേ. മുല്ലപ്പൂ മണമോ നിന്ദേഹഗന്ധം, പനിനീർപ്പൂ നിറമോ നിന്മേനിയൻ സ്വന്തം, കൽത്തൂരിയോ കന്മദമോ. അങ്ങനെയുള്ളൊരു പാട്ട്. അത് നമ്മുടെ ജയേട്ടൻ കൂടി പാടിയൊരു ഡ്യുവറ്റാണ് അല്ലേ സാർ, മനോജ് സാർ? അതെ, മനോഹരമായൊരു ഗാനം. ഒരേ രാഗ പല്ലവി നമ്മൾ എന്ന് പറഞ്ഞ പാട്ട്. പിന്നെ കുങ്കുമ സന്ധ്യകളോ, അങ്ങനെ ഒരു പാട്ടുണ്ട്. മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ മലരായി വിടരും നീ, കസ്തൂരി മാൻമിഴി മലർച്ചരമേതു. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, ആരാരോ ആരിരാരോ, അങ്ങനെയുള്ള പാട്ട്. മഴ പെയ്തു പെയ്തു. പിന്നെ എവിടെയോ കളഞ്ഞു പോയ കൗമാരം ഇന്നെൻ്റെ, അങ്ങനെ ബിന്ദു നീയാനന്ദ ബിന്ദു. പിന്നെ ഒരു പ്രശസ്ത ക്രിസ്മസ് സോങ്, ക്രിസ്ത്യൻ സോങ്, കാലിത്തൊഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ, ആ പാട്ട്. ഹൃദയം മറന്നു നാണയത്തൊട്ടിൻ്റെ കിലുകിലാ ശബ്ദത്തിൽ, 1000 മാതളപ്പൂക്കൾ. ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ എപ്പോഴും തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ്. 70-ൽ പരം ചിത്രങ്ങളിലായി 300-ഓളം ഹിറ്റ് ഗാനങ്ങൾക്ക് ജീവൻ പകർന്ന് പോയ കാലത്തിൻ്റെ സംഗീത സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകൾ രോഗാതുരമായിരുന്നു. ഒരു യാത്രയിലാണെന്ന് തോന്നുന്നു, അവിടെ വെച്ച് പക്ഷാഘാതമുണ്ടായി. തിരിച്ചു വന്നു, അതിനുശേഷം കിടപ്പിലായി. ഇടതുകാലിലേക്കുള്ള രക്തപ്രവാഹം നിലച്ചതിനെ തുടർന്ന് മുട്ടുകാലിന് താഴെ വെച്ച് മുറിക്കേണ്ടി വന്നു. അങ്ങനെ ഒത്തിരി ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നു അന്ത്യകാലത്ത് എന്നുള്ളത് നമ്മളെയും വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. എന്തൊക്കെയായാലും KJ ജോയ് എന്ന സംഗീത വിസ്മയം സൃഷ്ടിച്ച ഗാനപ്രപഞ്ചം അസ്തമിക്കത്തില്ല ഒരിക്കലും, മലയാളമുള്ളിടത്തോളം കാലം. ഇന്നും മലയാളി നെഞ്ചേറ്റുന്ന ഒരുപിടി ഗാനങ്ങൾ KJ ജോയ് എന്ന സംഗീത മാന്ത്രികന് അവകാശപ്പെടാവുന്നു. 2024 ജനുവരി 15-ന് ചെന്നൈയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം
അർപ്പിക്കാം. മാറ്റിനി ഫ്രീ വെബിനാർ ഒരു നിമിഷം കാണാം. താങ്ക് യു. നമുക്ക് അടുത്തത് ഷാബു കെ സാറിലേക്ക് ജി പോവാം. അതെ ഷാബു സാറിലേക്ക് സാബുലസ് പോവാം. അതിന് മുമ്പ് ജസ്റ്റ് മനോജ് കുമാർ സാർ മനോജ് കുമാർ സാറിന്റെ അനുഭവം പെട്ടെന്ന് പറയും. നമുക്ക് ഷാബു സാറേ ഒന്ന് ഓർമ്മിക്കുക. സാർ, ജോസഫ് ജോൺ സാറ് ഇവിടെ പറഞ്ഞ പാട്ടുകൾ തന്നെ എടുത്താൽ മതി. നമ്മുടെ പണ്ടത്തെ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് എല്ലാം മനസ്സിൽ തങ്ങുന്ന പാട്ടുകൾ മാത്രമേ കെ ജെ ജോയ് ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് ഈ പറഞ്ഞ പാട്ടുകളെല്ലാം തന്നെ അക്കാലത്ത് സിനിമകളിലൊക്കെ എന്താണ്, സിനിമയും അതുപോലെ തന്നെ ഹിറ്റായിട്ടുള്ള സിനിമകളിലെ പാട്ടുകൾക്ക് കെ ജെ ജോയ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ അന്ന് അത്യാവശ്യമായിരുന്നു. അത്രമാത്രം പാട്ടുകളാണ് അദ്ദേഹം മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. സാറ് പറഞ്ഞ എല്ലാം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു മ്യൂസീഷ്യനായിരുന്നു. അതാണ് സാറ് പറയുന്നത്. ഇപ്പൊ ഈ അക്കോർഡിയൻ എന്ന് പറഞ്ഞ സാധനം നമ്മളിപ്പോൾ കണ്ടെങ്കിൽ അത് വായിക്കാൻ മ്യൂസിക്കിനെ കുറിച്ച് അപാര നോളജിലുള്ളവർക്കേ പറ്റുള്ളൂ. അത് രണ്ട് കൈ കൊണ്ട് വായിക്കണം. സാബു സാറ് അത് കാണിച്ചപ്പോൾ കണ്ടു കാണുക. ഒരു ലെഫ്റ്റ് കൈ കൊണ്ടും അത് വായിക്കണം. അതിനകത്ത് കീസ് ഉണ്ട്. മറ്റേ നമ്മൾ കീബോർഡിൽ ഹാർമോണിയത്തിൽ കാണുന്ന ശരിക്കുള്ള കീസ് അതാണ്. രണ്ടും കൂടെ ചേർത്ത് വായിക്കണം. അപ്പൊ അതിന്റെ ബേസ് നോട്ട് എന്നൊക്കെ പറയുന്ന സംഗീതത്തിന്റെ പല ഒക്ടേവിലൊക്കെ വായിക്കുക. അത് അപാര മ്യൂസിക് സെൻസ് ഉള്ളവർക്ക് മാത്രമേ, നമ്മൾ കാണുമ്പോൾ അങ്ങനെ ഒരു ചിറക് പോലെ ഇരിക്കുന്നൊക്കെ ആണെങ്കിലും അത് വായിക്കാൻ വളരെ ടഫുള്ള. ഇപ്പം ഹാർമോണിയം വായിക്കുന്ന ആളിൽ തന്നെ അതിന്റെ കീ മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ, ആ വൈറ്റും ബ്ലാക്കും കളർ. പക്ഷെ അതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് അതിന് പ്രഷർ കൊടുക്കണം. അതിന്റെ ഫീലിംഗ് ഉണ്ട്. പഴയ ഇപ്പൊ ജോസഫ് ജോൺ സാർ പറഞ്ഞ പോലെ അക്കോർഡിയൻ പീസ് കേൾക്കുമ്പോൾ നമുക്ക് മെന്റലി ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്, ഒരു വലിയ സൂത്തിങ്. പഴയ ഹിന്ദി പാട്ടുകളൊക്കെ കേട്ട ഹിന്ദി പാട്ടുകളിലൊക്കെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ഈ അക്കോർഡിയൻ. അതാണ് സാറ് കെ ജെ ജോയ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിൽ കൊണ്ട് അദ്ദേഹം അങ്ങനെയാണ് അത് വായിച്ച് എക്സ്പേർട്ടായിരുന്നു. മലയാള സിനിമയിലെ എല്ലാ പാട്ടുകൾക്കും നമ്മൾ അക്കോർഡിയൻ പ്രസിഡന്റ് അത് കെ ജെ ജോയ് ആയിരുന്നു മ്യൂസീഷ്യൻ എന്നുള്ളത്. അങ്ങനെയാണ് പുള്ളി പിന്നെ അസിസ്റ്റന്റുമാരെ സാറ് പറഞ്ഞു, പല മ്യൂസിക് ഡയറക്ടറിന്റെ അസിസ്റ്റന്റ്. സാറ് പറയാത്തൊരു കാര്യം, സാറ് നമുക്ക് നമ്മുടെ സലിൽ ചൗധരിയുടെ പാട്ടുകളിലൊക്കെ മദ്രാസിൽ വരുമ്പോൾ കീബോർഡ് വായിക്കുന്ന ആള് അദ്ദേഹമായിരുന്നു. കാര്യം സലിൽ ചൗധരിയുടെ പാട്ടുകൾ അറിയാമല്ലോ, ഏറ്റവും മനോഹരമായ സലിൽ ചൗധരിയുടെ പാട്ടുകൾക്കുള്ള പ്രത്യേകത ഏതാണ്? എല്ലാം ഈ പറഞ്ഞ പോലെ തൊട്ടാൽ സ്വർണ്ണമാക്കുന്ന പാട്ടുകളായിരുന്നു സലിൽ ചൗധരിയുടെ അപാര പാട്ടുകൾ. അതിനകത്ത് അതുപോലെ തന്നെ ശ്യാം എന്ന് പറഞ്ഞ വേറൊരു മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹത്തിന്റെ കൂടെ ഇദ്ദേഹം ഒരുപാട് പാട്ടുകൾക്ക് പറഞ്ഞ കീബോർഡ് വായിച്ച് അങ്ങനെയായിരുന്നു. പിന്നെ കെ ജെ ജോയ് സാറിന്റെ ഒരു വീടുണ്ട് മദ്രാസിൽ. അത് വലിയ ഫേമസ് വീടാണ് കേട്ടോ സാർ, ഞാൻ പെട്ടെന്ന് പറയാം. കാര്യം അവിടെ എല്ലാ മ്യൂസിക് ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വേണ്ട മ്യൂസിക് ഇൻസ്ട്രുമെന്റ് എല്ലാം കെ ജെ ജോയുടെ വീട്ടിൽ റെന്റിന് കൊടുക്കാറ്. അതൊരു വലിയൊരു വരുമാന മാർഗം. ഏത് കീബോർഡ് വേണമെങ്കിലും അക്കാലത്ത് ഇറക്കാറ്. പുള്ളിക്ക് അപാര നോളജ് ആയിരുന്നു ഈ കാലത്ത്, ഇലക്ട്രോണിക്സ് ഒക്കെ ആണല്ലോ. അപ്പൊ ഈ കീബോർഡ് ഈ മലയാള സിനിമയിൽ മാത്രമല്ല, ചെന്നൈയിലായിരുന്നല്ലോ എല്ലാ പാട്ടുകളും റെക്കോർഡിങ്. അടുത്ത കാലത്താണ് കേരളത്തിലൊക്കെ വന്നത്. അപ്പൊ അന്ന് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ അതിന് തന്നെ ഒരു വലിയ സമയമാണ്. ഇത് മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വീടൊക്കെ പേപ്പർ, ഒരു വലിയ വീടാണ്. അപ്പൊ ആ വീട്ടിൽ തന്നെ ഈ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിന്റെ ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഏത് ഇൻസ്ട്രുമെന്റ്, അത് പുള്ളിയുടെ ഒരു ബിസിനസ് ആയിരുന്നു ആക്ച്വലി. അപ്പൊ അത് അദ്ദേഹത്തിന് അപാര നോളജ് ഉണ്ട്. അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുക, അതിനെക്കുറിച്ച് റെക്കോർഡിങ്, പിന്നെ ഈ റെക്കോർഡിങ്ങിനെ കുറിച്ചൊക്കെയും ഈ ജോസഫ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ശബ്ദങ്ങളെ കുറിച്ചൊക്കെയുള്ള അപാര നോളജ് തന്നെ. അപ്പം ഈ റെക്കോർഡിങ് ഒക്കെ ചെയ്യായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് ജോയ് സാറിനെ ഞാൻ ഒരൊറ്റ പ്രാവശ്യം ദുബായിൽ വെച്ച് കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം അവിടെ വെച്ച് നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അല്ലവതാർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ KPK വേങ്ങര എന്ന് പറഞ്ഞൊരു ഗൾഫിൽ റേഡിയോ സ്റ്റേഷൻ കൊണ്ടുവന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ KPK വേങ്ങര. അദ്ദേഹം കണ്ണൂരാണ്, അദ്ദേഹത്തിൻ്റെ വെങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അദ്ദേഹം അറിയാമല്ലോ. അപ്പം അദ്ദേഹം ഒരുപാട് പ്രോഗ്രാംസ് ഇങ്ങനെ ഈ റേഡിയോ സ്റ്റേഷൻ്റെ പേരിൽ നടത്തുമായിരുന്നു. അത് പിന്നെ വലിയ ഒരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ മിൻമിനിയൊക്കെ അവിടെ നിന്ന് പാടുമായിരുന്നു. ജയേട്ടൻ വന്നിട്ടുണ്ട്. അവിടെ വരാത്ത മ്യൂസിക് ഗായകരും ഗായികമാരും ഈ മ്യൂസിക് ഡയറക്ടേഴ്സും എല്ലാം ഇടയ്ക്ക് ശരത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ജഗേജയുടെ പാട്ടുകൾ മാത്രമായിട്ടുള്ള ഒരു വലിയ സംഗീത പരിപാടി നടത്തിയിരുന്നത്. അപ്പം അദ്ദേഹത്തിന് ഭയങ്കര രസമാണ്, ഭയങ്കര ജോയിയുടെ പേര് പോലെ തന്നെയാണ് അദ്ദേഹം. ഭയങ്കര സംഭാഷണമാണ്.
വളരെ ആക്റ്റീവാണ്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു 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 ആവേശമാണ് എപ്പോഴും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് എല്ലാം ബൈഹാർട്ടൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഇതേ സാറ് കാണിച്ചു. അപ്പോൾ അങ്ങനെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, ഈ സാറ് പറഞ്ഞ പാട്ടുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ ഒരു സ്റ്റേജിൽ വായിക്കാനുള്ള ഒരു അവസരം കിട്ടിയ ഒരാളെന്നുള്ള രീതി കണ്ടക്ട് ചെയ്യും. അസലായിട്ട് മ്യൂസിക് കണ്ടക്ട് ചെയ്യുന്ന ആളുമാണ് സാറ്. ഈ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഒക്കെ ഇരുന്ന് ജോസഫ് ജോൺ സാറ് പറഞ്ഞ നൊട്ടേഷൻ പുള്ളിക്ക് നൊട്ടേഷൻ ഇല്ലാതെ തന്നെ എല്ലാം വേണം. പക്ഷെ അത് നൊട്ടേഷൻ അതേപോലെ അറിയുകയും ചെയ്യാം. പുള്ളി പെട്ടെന്ന് എഴുതിയെടുക്കുന്ന സാറേ സ്പീഡൊക്കെ. ഇതൊന്ന് പ്ലേ ചെയ്തേട്ടെ. പ്ലേ ചെയ്തിട്ട് സാറേ. ഈ കീബോർഡ് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ വീടാണ്. അവിടെ വെച്ചൊരു നടത്തിയ ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ സാറ് കാണിച്ചത് തന്നെ. അപ്പോൾ അക്കോർഡിന് വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കെ.ജെ. ജോയി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലോട് ഈ പറ്റുന്ന പാട്ടാണ്. അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ മലരായി വിരി. ആ പാട്ട് തന്നെ സാറേ 3 തരത്തിലുണ്ട് ആ സിനിമയിൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ ജോസഫ് ജോൺ സാറേ? അതിൻ്റെ മെയിൽ വെർഷനുണ്ട്, ഫീമെയിൽ വെർഷനുണ്ട്. അതിൻ്റെ പാത്തോസ് എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായ ഒരു 3 സ്റ്റൈലിൽ സ്ലോ പാത്തോസ്, വെർഷൻ സ്ലോ അല്ലേ? സ്ലോ പാത്തോസ്. അത് അതിനകത്തൊക്കെ ഈ കീബോർഡിൻ്റെ പീസുകളുണ്ട്. അതിൻ്റെ സെക്കൻഡ് ബീജിയം ഒക്കെ കീബോർഡ് മാത്രമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കരച്ചിൽ വരും അതിൻ്റെ പാത്തോസ് കേട്ടിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ സംഗീതത്തിലൂടെ മനുഷ്യരുടെ ഈ മനസ്സൊക്കെ മാറ്റി, പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ കൂടെ. എല്ലാവരും വിചാരിക്കും സംഗീത പാട്ട് മാത്രം. അങ്ങനെയല്ല. കെ.ജെ. ജോയ് സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് കേൾക്കേണ്ടത്. അതിൽ വേറൊരു തലത്തിൽ നമ്മളെത്തും. കാര്യം അത്ര സ്യൂട്ടബിളായിട്ട് ഒരു പാട്ടിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ അറിയാവുന്ന സംഗീത സംവിധായകർ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ സംഗീത സംവിധായകർക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന അസിസ്റ്റന്റുമാരുണ്ട്. നമ്മൾ കേൾക്കുന്ന അവർ ചെയ്താണ്. സംഗീത സംവിധായകൻ പാട്ടിൻ്റെ മെലഡി മാത്രമുണ്ട്. പക്ഷേ കെ.ജെ. ജോയ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത് രണ്ടും ചെയ്യും. വളരെ ചുരുക്കം പേരേ ഉള്ളൂ അങ്ങനെ. അപ്പം അതായിരുന്നു കെ.ജെ. ജോയ്. അദ്ദേഹത്തിനോട് ഒരു സ്റ്റേജ് ഇങ്ങനെ പങ്കിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം കണ്ടക്ട് ചെയ്ത ഒരു പരിപാടിക്ക് ഒരു വായിക്കാൻ എനിക്ക് പറ്റിയത് എന്നുള്ളത് പേഴ്സണലായിട്ട് പറഞ്ഞാൽ വലിയൊരു അനുഭവമായിരുന്നു. അത് ഞാൻ വർഷം ഓർക്കുന്നില്ല. ഒരു 95-നും 2000-നും ഇടയ്ക്ക് ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഒപ്പം ആ പ്രാക്ടീസും ഒക്കെ നടന്ന സമയമൊക്കെ ഞാനിപ്പോൾ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹമായിട്ട് ചിലവഴിച്ച സന്ദർഭമൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നു. വളരെ സരസനായ ഒരാളാണ്. ഒരിക്കലും ബോറടിക്കുകയല്ല. സാറിൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ പാട്ടുകളെക്കുറിച്ചും വളരെ സരസമായിട്ട് സംസാരിക്കുക. അപ്പോൾ അദ്ദേഹം സമ്മാനിച്ച പാട്ടുകൾ മാത്രമാണ് ഇപ്പോൾ നമുക്കിനി കേൾക്കാനും പാടാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കെ.ജെ. ജോയി സാറിനെ കുറിച്ച് ഇങ്ങനെ ഒരു അനുസ്മരണം നമ്മൾ നടത്തുന്നത് വലിയ കാര്യമാണ്. നമ്മൾ സംഗീതത്തെ ആദരിക്കുന്നതിന് തുല്യമാണ്. സംഗീതത്തെ അറിയുന്നതിന് തുല്യമാണ്. ജോസഫ് ജോൺ സാർ അതേക്കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ പാട്ട് പാടി നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലൂടെ അദ്ദേഹത്തെ ഓർക്കുകയും കുറച്ച് സമയം അങ്ങനെ ചെലവഴിക്കുകയും ചെയ്യാം. താങ്ക് യു സാർ. താങ്ക് യു സാബു സാർ. ഓക്കെ ഷാബു സാർ. ഓക്കെ, താങ്ക് യു സാർ. ഷാബു സാർ നമസ്കാരം. താങ്ക് യു. ഷാബു സാർ നമസ്കാരം. ഓവർ ടു ഷാബു. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. മനോജ് സാർ, ജോസഫ് ജോൺ സാർ, സാബു സാർ, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഒരുപാട് സ്നേഹം. ഇന്ന് നമ്മള് 2025 എന്നെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ച് ഒരുപാട് ദുഃഖത്തിന്റെ ഒരു വർഷമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ജയേട്ടൻ നമ്മളെ വിട്ടുപോയ ഒരു വർഷം കൂടിയാണ്. അതിന്റെ വേദന ഇപ്പോഴും മനസ്സിൽ നിന്നൊന്നും മായുന്നില്ല. എന്നും ഞാൻ ഇപ്പൊ ജോലിക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ജയേട്ടന്റെ പാട്ടുകൾ മാത്രമാണ് ഇത്ര നാളുകളായിട്ട് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കേട്ടത് മധുരം, കേൾക്കാത്തത് അതിമധുരം എന്ന് പറയുന്ന പോലെ അതൊന്നും ഒരിക്കലും നമുക്ക് ആ പാട്ടുകളെയൊന്നും, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മാത്രമേ നമ്മുടെ ഇവിടെ നിന്ന് പോയിട്ടുള്ളൂ എങ്കിലും അദ്ദേഹത്തിന്റെ ആ മനോഹരമായിട്ട് പാട്ടുകളും എന്നും നമ്മളുടെ ഉള്ളിലുണ്ട്. ഇന്നിപ്പോ നമ്മൾ ഓർമ്മിക്കുന്നത് അനശ്വരനായ ജോയ്, കെ.ജെ. ജോയ് തൃശ്ശൂർക്കാരനാണ്. കെ.ജെ. ജോയും അതുപോലെ തന്നെ
ജോൺസൺ മാസ്റ്ററും ഔസേപ്പച്ചൻ ഇവരെല്ലാം തൃശ്ശൂരിന്റെ ഒരു കിഴക്ക് ഭാഗത്തുള്ള ഒരു ഒല്ലൂര് നെല്ലിക്കുന്ന് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അവിടെ എന്തോ സംഗീതത്തിന് ഇത്തിരി അപാരമായിട്ടുള്ള ഒരു സാധ്യതയുള്ള ഒരുപാട് ഗായകന്മാരും അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നവരൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. ഇത് ആറ്റ്ലി ഓർക്കസ്ട്ര എന്ന് പറയുന്നത്. ആറ്റ്ലി ഗിറ്റാറിസ്റ്റ് ആയിരുന്നു, പ്രമുഖ ഗിറ്റാറിസ്റ്റ് ആയിരുന്നു ആറ്റ്ലി. അപ്പൊ അദ്ദേഹത്തിന്റെ ട്രൂപ്പിലൊക്കെ ആയിരുന്നു ആദ്യം ജോൺസൺ മാസ്റ്ററും ഒക്കെ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ആ ഭാഗത്തെ സംഗീതം എന്ന് പറയുന്നത് ഒരുപാട് സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് അവിടെ നിന്ന് തന്നെ 3 പ്രസിദ്ധരായിട്ടുള്ള അടുത്തടുത്ത സ്ഥലം നെല്ലിക്കുന്ന്, ഒല്ലൂര്, അഞ്ചേരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോമീറ്റർ വ്യത്യാസമുള്ള സ്ഥലങ്ങളാണ് തൃശ്ശൂരിന്റെ കിഴക്ക് ഭാഗത്ത്. അപ്പൊ അവിടെ നിന്ന് 3 സംഗീത സംവിധായകർ പിന്നീട് കേരളത്തിലെ മലയാളികളുടെ ഏറ്റവും പ്രിയങ്കരായി മാറുന്ന ഒരു കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷിക്കുന്നത്. ഇപ്പൊ കെ ജെ ജോയ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ ജോസഫ് ജോൺ സാറും അതുപോലെ തന്നെ മനോജ് സാറിന് അദ്ദേഹത്തിന്റെ കൂടെ വായിക്കാൻ പറ്റിയെന്നുള്ളത് വളരെ സന്തോഷം കേൾക്കുമ്പോൾ. അദ്ദേഹം വ്യത്യസ്ത പാതയിലൂടെ സഞ്ചരിച്ച ഒരു സംഗീത സംവിധായകനായിരുന്നു. മറ്റുള്ളവരൊക്കെ സഞ്ചരിക്കുന്ന പാതയിലൂടെ എല്ലാവർക്കും വ്യത്യസ്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സഞ്ചാരമൊക്കെ. അക്വേഡിയൻ എന്നുള്ളൊരു ഇൻസ്ട്രുമെന്റിനെ ജനകീയമാക്കിയത്, സൗത്ത് ഇന്ത്യയിലൊക്കെ ജനകീയമാക്കിയത് ഏറ്റവും കൂടുതൽ ഗാനങ്ങളിൽ അദ്ദേഹം അക്വേഡിയൻ വായിച്ചിട്ടുണ്ട്. മറ്റുള്ള സംഗീത സംവിധായകരുടെ വർക്ക് ചെയ്തിട്ട്, അതും ഹിന്ദിയിലെ പ്രശസ്തരായിട്ടുള്ള നൌഷാദ്, ശങ്കർ മഹാദേവൻ, മദൻ മോഹൻ, ആർ ഡി ബർമൻ, ലക്ഷ്മികാന്ത് പ്യാരലാൽ, ബാപ്പിലാഹിരി, അങ്ങനെയുള്ള നേരത്തെ സലീൽ ചൗധരി, അങ്ങനെയുള്ള മഹാരഥന്മാരുടെ കൂടെയെല്ലാം അദ്ദേഹം ഈ അക്വേഡിയൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സാർ പറഞ്ഞ പോലെ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കീബോർഡ് യമഹയുടെ YC30 എന്നുള്ളൊരു കീബോർഡ് അദ്ദേഹമാണ് സ്വന്തമാക്കിയത്. അത് ശങ്കർ മഹാദേവൻ ഒരിക്കൽ ചെന്നൈയിൽ വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ട്രൂപ്പിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ആ കീബോർഡ് യമഹയുടെ YC30 എന്നുള്ള കീബോർഡ് കണ്ടത്. അത് അദ്ദേഹം തന്നെ സ്വന്തമാക്കുകയും ചെയ്തു. അക്കാലത്ത് അദ്ദേഹത്തിന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഒരു കീബോർഡ്, കോംബോ ഓർഗൻ എന്ന് പറയുന്നത്. പിന്നീടാണ് നമ്മുടെ AR റഹ്മാന്റെ പിതാവ് RK ശേഖർ, അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരു കീബോർഡ് അതുപോലെ തന്നെ. അപ്പൊ അത് മനോജ് സാർ പറഞ്ഞ മാതിരി അത് അദ്ദേഹം ഒരുപാട് സംഗീതോപകരണങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹം വാടകയ്ക്ക് കൊടുക്കുകയായിരുന്നു. ഒരുപാട് സംഗീതത്തില് ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള എന്നും ഓർമ്മിക്കത്തക്ക വിധത്തിലുള്ള ഭംഗിയാർന്ന ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് കാഴ്ചവെച്ചത്. അതൊന്നും ഒരിക്കലും നമുക്ക് വിസ്മരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്ര നമുക്ക് ആരംഭിക്കാം. ആദ്യം എൻ സ്വരം പൂവിലും ബിച്ചു തിരുമലയായിട്ടാണ് കൂടുതൽ അസോസിയേഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ബിച്ചു തിരുമല ഈ ഒരു പാട്ടിന്റെ രീതിയിൽ ബിച്ചു തിരുമലയായിട്ട് അദ്ദേഹം പറഞ്ഞു 1 2 3 1 2 3 ആ രീതിയിലാണ് ഈ ഒരു പാട്ട് ബിച്ചു തിരുമല എഴുതിയത്. ആ രീതിയിൽ ഒരു പാട്ട് എഴുതിയത് നമുക്ക് സംഗീതം ചെയ്യാൻ എങ്ങനെ സംഗീതം ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോ അവര് തമ്മിലൊരു മത്സരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം 1 2 3 എൻ 1 സ്വരം 2 പൂവിടും 3 അങ്ങനെ ആ രീതിയിലാണ് അദ്ദേഹം ബിച്ചു ഗാനം എഴുതിയത്. അതിന് അപ്പൊ എൻ എന്നുള്ളത് 1, സ്വരം 2, പൂവിടും 3, അങ്ങനെ 3 അക്കങ്ങൾ 1 2 3 അക്കങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് മനോഹരമായിട്ടുള്ള ഒരു ട്യൂണാണ് ജോയ് കൊടുത്തത്. എൻ സ്വരം പൂവിടും ഗാനമേ എൻ സ്വരം പൂവിടും ഗാനമേ വീണയിൽ അനുപല്ലവി അനുപല്ലവി എൻ സ്വരം പൂവിടും ഗാനമേ അനുപല്ലവി അനുപല്ലവി. ഓക്കെ, പാടിക്കോളൂ സാർ, മനോഹരമായിട്ടാണ്. ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? കേൾക്കാം. ഞാൻ പാടുന്ന കുഴപ്പം.
ഒരു മിഴിയിതളിൽ ശുഭശകുനം, മറുമിഴിയിതളിൽ അപശകുനം. വിരൽ മുന തഴുകും നവരാഗമേ, വരൂ വീണയിൽ നീ അനുപല്ലവി. എൻ സ്വരം പൂവിടും ഗാനമേ, ഈ വീണയിൽ നീ അനുപല്ലവി. ഓക്കെ, വരൂ അടുത്തയാൾ. ആരെങ്കിലും പാടുന്നുണ്ടോ? ഇല്ല, ഞാൻ പാടും. പാട് സാർ. മനോജ് സാർ പാടും. അല്ല സാർ, പാടിക്കോളൂ. കാരണം ഈ പാട്ടൊന്ന് ട്യൂണായി വരണമെങ്കിൽ, കേട്ടൊന്ന് പരിചയം പാടാതാകണമെങ്കിൽ രണ്ടുമൂന്ന് പാട്ട് പാടണം. പാടും. യെസ് യെസ്. ഇതിന് അനുബന്ധം രണ്ടാമത് ചരണമാണ്. ഇനിയൊരു ശിശിരം തളിരിടുമോ, അതിലൊരു ഹൃദയം കതിരിടുമോ. ഇനിയൊരു ശിശിരം തളിരിടുമോ, അതിലൊരു ഹൃദയം കതിരിടുമോ. കരളുകളുരുകും സംഗീതമേ, കരളുകളുരുകും സംഗീതമേ, വരൂ വീണയിൽ നീ അനുപല്ലവി. വരൂ വീണയിൽ നീ അനുപല്ലവി. എൻ സ്വരം പൂവിടും ഗാനമേ, ഈ വീണയിൽ നീ അനുപല്ലവി, നീ അനുപല്ലവി. സാറേ, ഒരു കാര്യം കൂടി, ഈ പാട്ടിനകത്ത് ഫുള്ള് ഡ്രമ്മാണ് വായിക്കുന്നത്, ഇതിനകത്ത് വേറെ തബലയോ അതൊന്നുമില്ല. അപ്പൊ അന്നത്തെ ഡ്രം വായിക്കുന്ന ആൾക്കാർക്ക് ഈ പാട്ടിനകത്ത് വായിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ പാട്ട് അതെ, ഞാൻ അതെ, സ്റ്റേജിൽ അതെ, അതെ. ആ വരികളുടെ എൻഡിന്നൊക്കെ ടിന്നും പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട് ഇപ്പോഴും എന്നൊക്കെ പറയുന്നത് സാറ് അസലായിട്ട് കമ്പോസ്. ആ പാട്ട് ചേർന്ന അത് ഡ്രമ്മാണ് അതിന്റെ ബീറ്റ്. ആ പാട്ട് അത്ര മനോഹരമാക്കിയതും. ഇതിനകത്ത് ഈ ശിവമണി എന്ന് പറഞ്ഞ ഡ്രമ്മറൊക്കെ ഉണ്ടായിരുന്നു സാർ പണ്ടത്തെ റെക്കോർഡിംഗ്. നമ്മൾ ഇന്ന് കാണുന്ന പല പാട്ടുകളിൽ ശിവമണി ഉണ്ടായിരുന്നു. ശിവമണിയുടെ അച്ഛനും ഡ്രമ്മറായിരുന്നു, ഈ അക്കോസ്റ്റിക് ഡ്രം വായിക്കുന്നത്. അപ്പം ഈ പാട്ടുകളിലൊക്കെ എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടെ, ഒന്നിൽ ശിവമണി ആയിരിക്കും, അല്ലെ ശിവമണിയുടെ അച്ഛനോ, അങ്ങനെയുള്ള പ്രസിദ്ധമായ. ശിവമണി ഒരുപാട് പാട്ടുകൾക്ക് മലയാളത്തിൽ വായിച്ചിട്ടുണ്ട്, നമ്മൾ പണ്ടത്തെ പാട്ടുകൾക്ക്. അപ്പൊ അങ്ങനെ ഡ്രമ്മിൻ്റെയും കൂടെ ഒരു പാട്ടാണ്. അതായത് ഫുള്ള് എൻ്റെ തുടങ്ങി BGM, പല്ലവി, അനുപല്ലവി, ചരണം എല്ലാം ഡ്രമ്മാണ്. അപ്പൊ അത് വായിക്കാനും കൂടെ ഒരു ഭാഗ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു അനുപല്ലവി അല്ലെ ചരണം പാടാനൊരു പഴയകാല ഓർമ്മ പോയത്. ഓക്കെ സാർ, താങ്ക് യു. ഇനി ആരാ പാടുന്നേ? പാടൂ. ഗോകുമാർ സാർ, സ്നേഹിതമായി നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ, ധൈര്യമായിട്ട് പാടിക്കൂ. രമാവതി മാം വരുന്നുണ്ട്, പാടിക്കൂ. ഇനിയൊരു ശിശിരം തളിരിടുമോ, അതിലൊരു ഹൃദയം കതിരിടുമോ. കരളുകളുരുകും സംഗീതമേ, വരൂ വീണയിൽ നീ അനുപല്ലവി. എൻ സ്വരം പൂവിടും ഗാനമേ, ഈ വീണയിൽ നീ അനുപല്ലവി, നീ അനുപല്ലവി. താങ്ക് യു സാർ. ഞാൻ പാടാം. ഒരു മിഴിയിതളിൽ ശുഭശകുനം, മറുമിഴിയിതളിൽ അപശകുനം. വിരൽ മുന തഴുകും നവരാഗമേ, വരൂ വീണയിൽ നീ അനുപല്ലവി. ഇനിയൊരു ശിശിരം തളിരിടുമോ, അതിലൊരു ഹൃദയം കതിരിടുമോ. ഇനിയൊരു ശിശിരം തളിരിടുമോ,
അതിലൊരു ഹൃദയം കതിരിടുമോ, കരളുകളുതി ഉരുകും സംഗീതമേ, വരൂ വീണയിൽ നീ അനുപല്ലവി, എൻ സ്വരം പൂവിടും ഗാനമേ, ഈ വീണയിൽ നീ അനുപല്ലവി, നീ അനുപല്ലവി. താങ്ക് യു. ഗോകുമാർ സാർ, ശ്രീകുമാരി മാം പാടി അല്ലേ? സ്നേഹലത മാം, സുനിത രാജ്, 2 വരി. ഓക്കെ, അടുത്ത പാട്ടിലേക്ക് പോട്ടെ. ഷബു സാർ, അടുത്ത പാട്ട് ഇതാണോ? കലിത്തൊഴുത്തിൽ പിറന്നവനെ. ഷബു സാർ കേൾക്കുന്നുണ്ടോ? ആരാ പാടുക? സ്നേഹലത. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകി കളഞ്ഞവനെ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിടുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, കനിവിൻ കടലെ അരുളിൻ പൊരുളെ, ചൊരിയൂ ചൊരിയൂ അനുഗ്രഹങ്ങൾ. നിൻ മുന്നിൽ വന്നിരാ നിൽപ്പൂ ഞങ്ങൾ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ. താങ്ക് യു സർ. ഞാൻ പാടാൻ നേരത്ത്. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനെ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, കനിവിൻ കടലെ അറിവിൻ പൊരുളെ, ചൊരിയൂ ചൊരിയൂ അനുഗ്രഹങ്ങൾ. നിൻ മുന്നിൽ വന്നിതാ നിൽപ്പൂ ഞങ്ങൾ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ. ഓക്കെ, ജോസഫ് സാർ ഒന്ന് പാടൂ ആദ്യം മുതൽ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനെ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, കനിവിൻ കടലെ അറിവിൻ പൊരുളെ, ചൊരിയൂ ചൊരിയൂ അനുഗ്രഹങ്ങൾ. നിൻ മുന്നിൽ വന്നിതാ നിൽപ്പൂ ഞങ്ങൾ. ഹല്ലേലൂയാ,
ഹല്ലേലൂയ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനേ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു. 4 വരി മാത്രം പാടാം സാറേ. പഴയകാലത്തെ അടിപൊളി പാട്ടാ. സാറേ കാലിത്തൊഴുത്തിന്റെ വെറും 4 വരി പാടിക്കോട്ടെ പ്ലീസ്. അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. താങ്ക് യു സാർ. അടുത്ത പാട്ട്. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, നിങ്ങളുടെ ആശ തീരും. ഒന്നുകിൽ ആൺകിളി അക്കരയ്ക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കരയ്ക്ക്. ഓയിലമാലി ലേസമാലി, ഓയിലമാലി ലേസമാലി. ഓക്കെ, പഠിക്കും. ശ്രീകുമാരി മാഡം മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്ത് പഠിക്കും. പഠിക്കുക. മ്യൂട്ടാണ്. പഠിക്കുമായിരുന്നു. അതെ. ജോസഫ് സാറും കൂടെ ആരെങ്കിലും ഒന്ന് പാടുക, പ്രത്യേകിച്ചും ശ്രീമാരിമാർ. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ. കട്ടായിപ്പോയി, മ്യൂട്ടായിപ്പോയി. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, നിങ്ങളുടെ ആശ തീരും. ഒന്നുകിൽ ആൺകിളി അക്കരയ്ക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കരയ്ക്ക്. ഓയിലമാലി ഐലേസമാലി, ഓയിലമാലി ഐലേസമാലി. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, നിങ്ങളുടെ ആശ തീരും. പാടിക്കോ. അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, നിങ്ങളുടെ ആശ തീരും. ഒന്നുകിൽ ആൺകിളി അക്കരയ്ക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കരയ്ക്ക്. കൊയിലമാലി ഐലേസമാലി, കൊയിലമാലി ഐലേസമാലി. മുറ്റത്തെ മുല്ലയിൽ മൊട്ടു വീളിർത്തതു നീ അറിഞ്ഞോടി, മുട്ടിനകത്തേക്ക് തേൻ നിറഞ്ഞതു നീ അറിഞ്ഞോടി. മറിമാൻ മിഴിയാളെ മലർത്തേൻ മിഴിയാളെ, കൊയിലമാലി ഐലേസമാലി, കൊയിലമാലി ഐലേസമാലി. താങ്ക്സ് സർ. അടുത്ത പാട്ടിലേക്ക് പോവാൻ നമുക്ക് നേരത്തെ തീർക്കാം.
സാബു സാറേ, വേറെ ആരെങ്കിലും പാടുന്നുണ്ടോ? പാടിക്കോളൂ. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, നിങ്ങളുടെ ആശ തീരും. ഒന്നുകിലാങ്കിളി അക്കരയ്ക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കരയ്ക്ക്. ഹൈലമാനെ ഹൈലൈസമാലി, ഹൈലമാലി ഹൈലൈസമാലി. താങ്ക് യു സാർ. യെസ്, അടുത്ത ഷാബു സാർ എന്തേ പോയോ? വളരെ പ്രസിദ്ധമായ മറ്റൊരു പാട്ടാണ് സായുജ്യത്തിലെ. ഷാബു സാർ, യെസ് പറയും. പറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരും നീ. ഒളിഞ്ഞിരുന്നാലും കരളിന്റെ ഇരുളിൽ വിളക്കായി തെളിയും നീ. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരും നീ. ഒളിഞ്ഞിരുന്നാലും കരളിലെ ഇരുളിൽ വിളക്കായി തെളിയും മറഞ്ഞിരുന്നാലും മൃതസഞ്ജീവൻ നീ എനിക്കരുളി ജീവനിലുണർന്നു സായുജ്യം. മൃതസഞ്ജീവൻ നീ എനിക്കരുളി ജീവനിലുണർന്നു സായുജ്യം. ചോടികൾ വിടർന്നു, പവിഴമുതിർന്നു, ഉലകമണിഞ്ഞു, ലഹരിയുണർന്നു. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരും നീ. ഒളിഞ്ഞിരുന്നാലും കരളിന്റെ ഇരുളിൽ വിളക്കായി തെളിയും നീ. മറഞ്ഞിരുന്നാലും. ഈ പാട്ടിന് 2 വേർഷൻ ഉണ്ട് കേട്ടാ. ഒന്നൊരു സാഡ് വേർഷൻ പാടുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഹാപ്പി മൊമെന്റിലും ഈ ഒരു പാട്ട് പാടുന്നുണ്ട്. അപ്പൊ ഞാൻ പാടിയത് ഈ സാഡ് വേർഷനിലുള്ള പാട്ടാണ് ഞാൻ പാടിയത്. ഓക്കെ, പാടിക്കോളൂ. കൺമണി നിനക്കാൽ ജീവിതവനിൽ കരളിൻ തന്ത്രികൾ മീട്ടും ഞാൻ. കൺമണി നിനക്കായി ജീവിതവനിൽ കരളിൻ തന്ത്രികൾ മീട്ടും ഞാൻ. മിഴികൾ വിടർന്നു, ഹൃദയമുണർന്നു, കഥനമകന്നു, കവിത നുകർന്നു. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരും നീ. ഒളിഞ്ഞിരുന്നാലും കരളിലെ ഇരുളിൽ വിളക്കായി തെളിയും നീ. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരും നീ. പാട്ടെ സാർ. പാടും. യെസ്.
മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരും നീ. ഒളിഞ്ഞിരുന്നാലും കരളിലെ ഇരുളിൽ വിളക്കായി തെളിയും നീ. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരും നീ. മൃതസഞ്ജീവനി നീ എനിക്കരുളി ജീവനിലുണർന്നോ സായുജ്യം. മൃതസഞ്ജീവനി നീ എനിക്കരുളി ജീവനിലുണർന്നോ സായുജ്യം. ചുടികൾ വിടർന്നോ പവിഴമുതിർന്നോ ഉലകമണിഞ്ഞോ ലഹരിയുണർന്നോ. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരും നീ. കൺമണി നിനക്കായി ജീവിതവനിയിൽ കരളിൻ തന്ത്രികൾ മീട്ടും ഞാൻ. കൺമണി നിനക്കായി ജീവിതവനിയിൽ കരളിൻ തന്ത്രികൾ മീട്ടും ഞാൻ. വിഴികൾ വിടർന്നോ ഹൃദയമുണർന്നോ കഥനമകന്നോ കവിത നുകർന്നോ. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരും നീ. ഒളിഞ്ഞിരുന്നാലും കരളിലെ ഇരുളിൽ വിളക്കായി തെളിയും നീ. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരും നീ. താങ്ക് യു. കൺമണി നിനക്കായി ജീവിതവനിയിൽ കരളിൻ തന്ത്രികൾ മീട്ടും ഞാൻ. കൺമണി നിനക്കായി ജീവിതവനിയിൽ കരളിൻ തന്ത്രികൾ മീട്ടും ഞാൻ. മിഴികൾ വിടർന്നു ഹൃദയമുണർന്നു കഥനമകന്നു കവിത നുകർന്നു. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരും നീ. ഒളിഞ്ഞിരുന്നാലും കരളിൻ്റെ ഇരുളിൽ വിളക്കായി തെളിയും നീ. മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ മലരായി വിടരും. ഓക്കെ, ഇരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരും നീ. ഒളിഞ്ഞിരുന്നാലും കരളിലെ ഇരുളിൽ വിളക്കായി തെളിയും നീ. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരും നീ. മൃതസഞ്ജീവനി നീ എനിക്കരുളി ജീവനിൽ ഉണർന്നു സായുജ്യം. ചെടികൾ വിടർന്നു പവിഴമുതിർന്നു ഉലകമണിഞ്ഞു ലഹരിയുണർന്നു.
മറഞ്ഞിരുന്നാലും കൺമണി നിനക്കായി ജീവിതവാനിയിൽ കരളിൻ തന്ത്രികൾ മീട്ടും ഞാൻ. മിഴികൾ വിടർന്നു, ഹൃദയമുണർന്നു, കഥനമകന്നു, കവിത നുകർന്നു. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരും നീ. ഓക്കെ, ഇനി ആരുള്ള? തീർന്നല്ലോ അല്ലേ? ഷാബു സാർ, ഇനി ഏതെങ്കിലും സ്പെഷ്യൽ പാട്ടുണ്ടോ? ഒത്തിരി പാട്ടുകളുണ്ട്, എങ്കിലും നമുക്ക് ആ ഇനി ഞാൻ നോക്കിയിട്ടില്ല ഏതാണെന്നുള്ളത്. നമുക്ക് ആ, ക്ലോസ് ചെയ്യുന്നതാണ്. ഇനി ഇത്ര പേരല്ലേ ഇനിയുള്ളത് ഉള്ളൂ? ആ പ്രധാനപ്പെട്ട പാട്ടുകൾ സ്വർണ്ണ മീനിന്റെ ചേലൊത്ത കണ്ണാളെ, ആ ആ പിന്നെയുള്ളത് കസ്തൂരി മാൻമിഴി ആ മലർശരമെഴുതും, ആ പിന്നെ ബിന്ദു നീയാനന്ദ ബിന്ദുവോ, ആ പിന്നെ മറഞ്ഞിരുന്നാലും പാടി മുല്ലപ്പൂ മണമുള്ള നിൻദേഹഗന്ധം, ഒരേ രാഗ പല്ലവി നമ്മൾ ആ ഒരേ. അതൊന്ന് വെച്ചോ. ഒരേ ആ, രാഗപല്ലവി. ഇത് വെച്ച് നമ്മൾ നിർത്താം. ഇതോടെ ആ തീർന്നു. യെസ്. ശരി. ഒരേ രാഗപല്ലവി നമ്മൾ, ഒരു ഗാനമഞ്ജരി നമ്മൾ, മനസ്സിന്റെ ഉള്ളിൽ ഓമണിയേ മാതോന്മാദഗാനം പാടിവാ, രതിലോലെ പ്രേമഗാനം പാടിവാ, ഗാനം പാടിവാ. ഒരേ രാഗപല്ലവി നമ്മൾ, ഒരു ഗാനമഞ്ജരി നമ്മൾ, മനസ്സിന്റെ ഉള്ളിൽ ഓമനേ മാതോ മാതഗാനം പാടിവാ, രതിലോലെ പ്രേമഗാനം പാടിവാ, രതിലോലെ പ്രേമഗാനം പാടിവാ. പാടിക്കോളൂ. ഓക്കെ. സാറേ ബിന്ദു എന്നാനന്ദ ബിന്ദു ആ, വെച്ചേരാം. ആ, പഠിക്കും. ബിന്ദു ആനന്ദ ബിന്ദുവോ എന്നാത്മാവിൽ വിരിയും സ്വർണ്ണ പുഷ്പമോ ആതിരക്കളിരളി തെന്നലോ. ബിന്ദു ആനന്ദ ബിന്ദുവോ എന്നാത്മാവിൽ വിരിയും സ്വർണ്ണ പുഷ്പമോ ആതിരക്കുളിരുളി തെന്നലോ. കസ്തൂരി പൂശിയ കവിളിൽ നുകരാൻ ദാഹം ബാക്കി കിട്ടുന്നില്ല സാറേ, സോറി. ഓക്കെ, കുഴപ്പമില്ല. ജോർജ് സാർ ഒരു പാട്ട് പാടുന്നുണ്ടോ ഏതെങ്കിലും? വേറെ ആരെങ്കിലും? എല്ലാവർക്കും പാടി അല്ലേ? ഇനി അടുത്ത് ഇതിന്റെ മുകളിലൊരു പാട്ടുണ്ട്. ബാക്കി പാട്ടുകളൊക്കെ ഇച്ചിരി പരിചയമില്ലാത്ത പാട്ടുകൾ. കസ്തൂരി മാൻമിഴി മലർ ശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു, സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരി, സ്വർഗീയ സ്വരമാധുരി, ഗന്ധർവ സ്വരമാധുരി. ഓക്കെ, പിന്നെ ഇതുപോലെ ഒരു പാട്ടോ ആരെങ്കിലും പാടുന്നുണ്ട് പറയണേ. ജോർജ് സാർ. കസ്തൂരി മാൻമിഴി മലശരമെയ്തു,
കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി ആ ഗന്ധർവരമാധുരി. സ്നേഹിത മാം. കസ്തൂരിമാൻമിഴി മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങൾ ഉണരും ഉന്മാദ ലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി ആ ഗന്ധർവ സ്വരമാധുരി. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഇന്ന് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. വളരെ സന്തോഷം. തീർച്ചയായിട്ടും മഹാനായ ആ മ്യൂസീഷ്യൻ്റെ ഓർമ്മയുടെ മുമ്പിൽ കുറച്ച് പാട്ടുകൾ നമ്മുടേതായ ആ കപ്പാസിറ്റിയിൽ പാടാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തിയ ജോസഫ് സാറ്, അതുപോലെ തന്നെ ഷാബു സാറ്, ശ്രീകുമാർ സാറ് പാടിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷവും സ്നേഹവും നന്ദിയും എല്ലാം പറയുകയാണ്. നാളെ നമുക്ക് ഒരു മാനേജ്മെൻറ്റ് ബേസ്ഡ് ക്ലാസ്സാണ്. നമ്മുടെ ഒരു വൈസ് അഡ്മിറൽ കണ്ണൻ സാറിൻ്റെ ക്ലാസ്സാണ്. ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എംപ്ലോയിയുടെ മൈൻഡ് സെറ്റുമായിട്ട് എങ്ങനെയാണ് അത് കണക്റ്റഡ് ആകുന്നത് എന്നുള്ളതിൻ്റെ ടോപ്പാണ്. മൈൻഡ് സെറ്റ് ഓഫ് എംപ്ലോയീസ് വിത്ത് റെസ്പെക്ട് ടു ഓർഗനൈസേഷൻ. അപ്പോൾ നാളെ വൈകുന്നേരം 7 മണിക്ക് പറ്റുന്നവരെല്ലാവരും വരിക. ഓക്കെ, അപ്പോൾ ജോസഫ് സാർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സർ, വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നന്നായിട്ട്.